വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഒരു സക്സസ് സ്റ്റോറിയാണ്. ഈ സക്സസ് സ്റ്റോറിയിൽ ആ കുട്ടി പറഞ്ഞിട്ടുള്ള കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതായത് AMHന്റെ വാല്യൂ 1 ആയിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ എൻഡോമെട്രിയം തിക്നെസ് കുറവായിരുന്നു. അതുപോലെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഡിസ്ചാർജ് അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ചാനലിൽ പറയുന്ന 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു 56 ദിവസം കൊണ്ട് പ്രഗ്നൻസി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെ എനിക്കറിയില്ല, ഡേറ്റ് ചിലപ്പോൾ പീരിയഡ്സിന്റെ സമയം മുതൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. എന്നാലും ചിലർക്കൊക്കെ ഒരു കൃത്യം കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ കൃത്യം 56 ദിവസം കൊണ്ട് പോസിറ്റീവ് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടി കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മെൻഷൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കുട്ടിക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ഉണ്ടാകുന്നതിനും ആരോഗ്യമുള്ളൊരു കുഞ്ഞുണ്ടാകുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഏറ്റവും ആദ്യം മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യം കരിഞ്ജീരകം എടുത്തു എന്നുള്ളതാണ്. അത് പറഞ്ഞിട്ടുള്ളത് വേറൊന്നും കൊണ്ടുമല്ല, ഗ്രാമ്പു വാട്ടറൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരിഞ്ജീരകം വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് മാത്രം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കരിഞ്ജീരകം ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരുപാട് പേരൊന്നും യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു ടിപ്പാണ് ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത്. കരിഞ്ജീരകം എന്ന് പറയുന്നത് തിളപ്പിച്ച് വെള്ളം കുടിച്ച് നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. കരിഞ്ജീരകം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ സാധാ ജീരകത്തിനെ അപേക്ഷിച്ച് കുറച്ച് കരിഞ്ജീരകം എന്ന് പറയുന്നത് പോലെ ബ്ലാക്ക് കളറിലായിരിക്കും. ഏകദേശം ഒരു എള്ളിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വലിപ്പമുള്ള കുറച്ച് കട്ടിയായിട്ട് കാണപ്പെടുന്ന ഒന്നായിരിക്കും കരിഞ്ജീരകം എന്ന് പറയുന്നത്. ഒരുപാട് ബെനിഫിറ്റുകൾ ഇവൻ നമ്മുടെ സാധാ നല്ല ജീരകം തരുന്നതിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ബെനിഫിറ്റുകൾ, അതിലും കൂടുതൽ ഒരുപാട് ബെനിഫിറ്റുകൾ തരുന്നതാണ് ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് ബെനഫിഷ്യൽ ഫാറ്റി ആസിഡ്സ് ആയിട്ടുള്ള omega-3, omega-6, omega-9, പൊട്ടാസ്യം, അയൺ, കോപ്പർ, വിറ്റമിൻ ഇ, വിറ്റമിൻ ബി, ഇങ്ങനെ ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സാധാരണയായിട്ട് PCOD ഉള്ള സ്ത്രീകൾ, ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ള സ്ത്രീകൾ, മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് ഉള്ള സ്ത്രീകൾ, മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ബ്ലീഡിങ് ഉണ്ടാകും. അതിനുശേഷം ചിലപ്പോൾ ഹെവി ആയിട്ടായിരിക്കും ബ്ലീഡിങ് വരുന്നത്. അങ്ങനെയുള്ള അബ്നോർമാലിറ്റീസ് ഒക്കെ മെൻസ്ട്രേഷൻ ഫ്ലോയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾ, അതുപോലെ യൂട്രസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ സ്കാനിങ്ങിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ ഓവറോൾ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ടും ഈ കരിഞ്ജീരകം നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. ഇനി പുരുഷന്മാർക്കാവട്ടെ അവരുടെ ഓവറോൾ സെക്ഷുവൽ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനും സ്പേമിൻ്റെ ചലനശേഷി കൂട്ടുന്നതിനും സ്പേമിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതെല്ലാത്തിനും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും അതുപോലെ പുരുഷന്മാരുടെ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ഈ കരിഞ്ജീരകം ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കരിഞ്ജീരകം എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ എടുത്ത് ഒരു ഗ്ലാസ് അളവിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുക. ആ ഒരു ഗ്ലാസ്സിൽ നമ്മൾ 2 ഗ്ലാസ് വെള്ളം അതിലോട്ട് ഒഴിക്കുക. അതിനുശേഷം ഒരു നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കുറച്ച് കരിഞ്ജീരകം എടുത്തിട്ട്, ഒരുപാടൊന്നും എടുക്കണ്ട കേട്ടോ, കുറച്ച് നമ്മുടെ കരിഞ്ജീരകം എടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് ഇട്ട് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിക്കുക. നല്ലപോലെ അങ്ങോട്ട് തിളച്ച് ആ ഒരു ഗ്ലാസ് എന്ന് പറയുന്നതിൻ്റെയോട്ട് ചുരുങ്ങുന്ന രീതിക്ക് കുറച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ആറിയതിന് ശേഷം ആ വെള്ളം അങ്ങോട്ട് കുടിക്കുക കേട്ടോ. നല്ലതാണ്, ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. കാരണം അതിൽ നിന്ന് കറക്റ്റായിട്ട് ആ ഒരു വിറ്റമിൻസ് എല്ലാം ആ വെള്ളത്തിലോട്ട് എത്തുന്നതിനും ആ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിനും ഇത് സഹായിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വറുത്ത് പൊടിച്ച് വേണമെങ്കിൽ തേനും ചേർത്ത് 1-2 പിഞ്ച് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ഇത് നിങ്ങൾക്ക് കഴിക്കാവുന്നതും കുടിക്കാവുന്നതാണ്. വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കുക. അതായത് ഇപ്പോൾ ഒരിത്തിരി നമ്മൾ ഒരുപാട് കരിഞ്ജീരകമൊന്നും ഇടണ്ട കേട്ടോ. നമ്മൾ ബെനിഫിറ്റുകൾ കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാടൊന്നും ഇടരുത്. ഞാൻ പിന്നെ പറയുവാണെങ്കിൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു 1-2 പിഞ്ച് മാത്രം, കുറച്ച് 2-3 പിഞ്ചെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരിത്തിരി, നമ്മൾ ഇപ്പോൾ ഉപ്പൊക്കെ ഇടില്ലേ, ആ ഒരു കണക്കിന് ഒരിത്തിരി മാത്രം ഇട്ടിട്ട് ഇത് തിളപ്പിക്കുക. അതിനുശേഷം ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറയാറില്ലേ. അപ്പോൾ നിങ്ങൾ വെള്ളം തിളപ്പിച്ച് നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിൽ സെപ്പറേറ്റ് കരിഞ്ജീരകം ഇട്ട് നിങ്ങൾ തിളപ്പിച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് കുടിച്ചുകൊണ്ടിരിക്കുക. ആ ഇട്ട വെള്ളം നമ്മൾ അന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാകത്തിനായിരിക്കണം വെള്ളം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട. അന്നത്തേക്ക് നിങ്ങൾക്ക് എത്രയാണ് വെള്ളം വേണ്ടത് അത്രയും മാത്രം നിങ്ങൾ അതിട്ടിട്ട് തിളപ്പിച്ച് കുടിക്കുക. അതല്ലെങ്കിൽ നേരെ മറിച്ച് നിങ്ങൾക്ക് ഫുള്ളായിട്ട് അത് കുടിക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് മാത്രം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നിങ്ങളിത് തിളപ്പിച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മളത് 1 ഗ്ലാസ് ആക്കി ചുരുങ്ങുന്നത് വരെ തിളപ്പിച്ചിട്ട് നിങ്ങൾ കുടിക്കുക കേട്ടോ. ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് കിട്ടും. മാക്സിമം നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വിലയൊന്നുമില്ല കരിഞ്ജീരകം മേടിക്കാൻ കേട്ടോ. നമ്മൾ അപ്പോൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഓവറോൾ നിങ്ങളുടെ ഹെൽത്തിനെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇത് ഒരുപാട് സഹായിക്കും കേട്ടോ. രണ്ടാമത് ഫോളോ ചെയ്ത ടിപ്പ് എന്ന് പറയുന്നത് 3-4 ഡ്രൈഡ് ആപ്രിക്കോട്ട്, 2 ഡ്രൈഡ് കിവി, 4 പിസ്ത, ഇങ്ങനെ ഈ 3 ഐറ്റംസും എല്ലാ ദിവസവും യൂസ് ചെയ്തു എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതിൻ്റെ ഓരോത്തിൻ്റെ ബെനിഫിറ്റ് പ്രഗ്നൻ്റ് ആകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
നമുക്ക് പിസ്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. പിസ്ത എന്ന് പറയുന്നത് ഒരു നട്ട്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ്. ഒരു ഷെല്ലിനകത്ത് ഇരിക്കുന്ന ഒരു കുഞ്ഞൊരു ഒരു ഭക്ഷ്യവസ്തുവാണ് പിസ്ത എന്ന് പറയുന്നത്. പിസ്ത കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് പ്രഗ്നൻസി കിട്ടിയിട്ടുണ്ട്. പിസ്തയിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. പിസ്തയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഫൈബർ ഉണ്ട്, മറ്റുള്ള ആന്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള വിറ്റമിൻ ഇ, ലൂട്ടീൻ, അതുപോലെ പോളിഫിനോൾ ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ബ്ലഡ് ഫ്ലോ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അണ്ടവും ബീജവും അതുപോലെ ആ ഒരു എംബ്രിയോ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലാന്റ് ആകുന്നുണ്ടെങ്കിൽ കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം അവിടെ നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ബെനിഫിറ്റ് കിട്ടും. നിങ്ങളുടെ അണ്ടാശയത്തിൽ നിന്ന് ക്വാളിറ്റി ആയിട്ടുള്ള അണ്ടം പ്രൊഡ്യൂസ് ആവുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് എൻഡോമെട്രിയൽ ലൈനിങ് നല്ലപോലെ തിക്കണായിട്ട് വളരുന്നതിനും ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കുഞ്ഞിലോട്ട് എത്തിക്കുന്നതിനും പിസ്ത കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാലും ചില മെഡിക്കേഷൻസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടും പല സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകും, ചിലർക്ക് സ്ട്രെസ് ഉണ്ടാകും. PCOD ഒക്കെ ഉള്ള ആളുകൾക്ക് അവർക്ക് സ്ട്രെസ് ഓൾറെഡി തന്നെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് കൂടാതെ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസും സ്ട്രെസ്സും തമ്മിലുള്ള ആ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസും നിങ്ങളുടെ ആ ഒരു ബ്രെയിനും തമ്മിലുള്ള ഒരു ബന്ധം ഡിസ്കണക്ട് ആയി പോകുന്നതിനും അത് കാരണമാകുന്നു. അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനും നിങ്ങൾക്ക് പിസ്ത ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഇത് ആലോചിച്ച് എന്താകും എന്ന് ആലോചിച്ച് വിഷമിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട് നട്ട്സ് ആണ് ഇത്. അതുപോലെ തന്നെ ഇതിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഇത് പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും പുരുഷന്മാർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ളൊരു സെമൻ പുരുഷനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുകയുള്ളൂ. ക്വാളിറ്റി ഉള്ളൊരു സെമൻ പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും അതിൽ മോട്ടിലിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ മോർഫോളജി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോർമൽ ആയിരിക്കും. അതിന് എളുപ്പത്തിൽ സ്വിം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതിന്റെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതിനെല്ലാത്തിനും ഏറ്റവും കൂടുതൽ വേണ്ട ഒരു വൈറ്റമിൻ ഒരു ന്യൂട്രിയന്റ് ആണ് സിങ്ക് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ omega-3 അടങ്ങിയിട്ടുണ്ട്. ഇത് പുരുഷന്മാർക്ക് തരുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ സ്പേം കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനും മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സെമന്റെ DNA സ്ട്രക്ചർ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് omega-3 സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രണ്ട് ബെനിഫിറ്റും പറഞ്ഞത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. സ്ത്രീകളുടെ വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് പിസ്ത ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. നമ്മളുടെ ശരീരഭാരം നമ്മളുടെ ഉയരത്തിനും നമ്മുടെ പ്രായത്തിനും അനുസരിച്ചിട്ടുള്ളതല്ല എങ്കിൽ പലർക്കും PCOD പോലുള്ള ബുദ്ധിമുട്ടുകൾ, ഒബിസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ശരീരഭാരം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പീരിയഡ്സ് ഇറഗുലർ ആകുന്നതിനും ഓവറീസിൽ നിന്ന് ക്വാളിറ്റി ഉള്ള അണ്ടത്തിന്റെ പ്രൊഡക്ഷൻ റിഡ്യൂസ് ആവുന്നതിനും അത് കാരണമാകുന്നു. അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിസ്ത ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ ആണ് നമുക്ക് ഏകദേശം നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റിനെ സഹായിക്കുന്നത്. അതായത് ഈ പിസ്ത കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറ് ഓൾവേസ് ഫുൾ ആയിട്ട് തന്നെ ഇരിക്കും. ഫുൾ ആവുന്ന സമയത്ത് നമുക്ക് വേറെ ഭക്ഷണങ്ങളൊന്നും എന്തെങ്കിലും വേറെ സ്നാക്സോ ഒന്നും കഴിക്കാനായിട്ട് തോന്നില്ല. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് ഒക്കെ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനും പിസ്ത ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ള സ്ത്രീകൾക്ക്, PCOD ഉള്ള പലർക്കും അവരുടെ ഷുഗർ ലെവൽ ശരീരത്തിൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഡയബറ്റീസ് ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിസ്ത സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെയുള്ള ഒരു ബെനിഫിറ്റ് ആണ് എഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക. എഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസും അതുപോലെ തന്നെ പ്രോട്ടീനും ഫൈബറും സിങ്കും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ എഗ്ഗിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അതുപോലെയുള്ള ആഡ് ഓൺ ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നത്. ന്യൂട്രിയൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ട് അതിനോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷനും കൂടി വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മെഡിക്കേഷൻസും എടുക്കാതെ തന്നെ അണ്ടം കൃത്യമായിട്ട് മൂപ്പെത്തി വളർന്നിട്ട് അത് നാച്ചുറലായിട്ട് പൊട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ശരീരത്തിന് ഒരുക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് ആണ് നമുക്ക് പ്രോപ്പറായിട്ട് ഓവുലേഷൻ ഉണ്ടാവുക എന്നുള്ളത്. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവർക്കും PCOD ഉള്ളവർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കൃത്യമായിട്ട് ഓവുലേഷൻ വരാതിരിക്കുക. നമ്മൾ നോർമലായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ട് എന്ന് മാത്രം വിചാരിച്ചിരുന്നാൽ പോലെ നമുക്ക് ഓവുലേഷൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഒരു ലക്ഷണം ശരീരത്തിൽ വരുന്നുണ്ടോ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ ഫോളിക്കുലർ ഫേസും ലൂട്ടിയൽ ഫേസും കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈസ്ട്രോജൻ ഹോർമോണിന്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും ബാലൻസും കൃത്യമായിട്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാവണം. ഇതൊക്കെ ക്രമീകരിച്ച് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഓവുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെയുള്ളൊരു ബെനിഫിറ്റ് ആണ് ഫോളിക് ആസിഡ് കിട്ടുക എന്നുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള അണ്ടം പ്രൊഡ്യൂസ് ആവുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ആ ഒരു സെൽ ഡിവിഷനും പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പുരുഷന്റെ ആ ഒരു ഫാക്ടർ പറഞ്ഞപ്പോഴും പറഞ്ഞതാണ് DNA സ്ട്രക്ചറൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിസ്ത സഹായിക്കുന്നു എന്നതിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സെൽ ഡിവിഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിന് മറ്റുള്ള ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കുകയുള്ളൂ. ഓൾറെഡി നിങ്ങൾക്ക് മിസ്കാരേജ് ഹിസ്റ്ററീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് അബോർഷൻ ചെയ്യേണ്ടി വന്നവരാണ് നിങ്ങളെങ്കിൽ ഇതെല്ലാം ഉപയോഗിച്ചിട്ട്
പ്രഗ്നൻസി നോക്കുന്നത് മറ്റുള്ള അൺസർട്ടനിറ്റീസ് അല്ലെങ്കിൽ മറ്റുള്ള അബ്നോർമാലിറ്റീസ് ഒക്കെ കുഞ്ഞിന് വരുന്നത് ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് ആണ് ഇതിൽ അയേണിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അയേൺ ആണ് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നതിനും ബ്ലഡിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നതിനും സഹായിക്കുന്നത്. അടുത്തത് കിട്ടുന്നത് ഒമേഗ-3യുടെ ബെനിഫിറ്റ് ആണ്. ഒമേഗ-3 പുരുഷന് സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും അവരുടെ ഹോർമോൺ ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തതാണ് സിങ്ക് തരുന്ന ബെനിഫിറ്റ്. സിങ്ക് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള എഗ് പ്രൊഡ്യൂസ് ആവുന്നതിനും ഹോർമോൺസ് ഹെൽത്തി ആയിട്ട് വെക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും. അടുത്തതാണ് ആപ്രിക്കോട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് ഈ ആപ്രിക്കോട്ട്. ഇതിൽ വിറ്റമിൻ എയുടെയും വിറ്റമിൻ സിയുടെയും കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അണ്ടാശയം ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടും സ്പോമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആപ്രിക്കോട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇതിൽ ബീറ്റാ കാരോട്ടിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സെൽസിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ കുടലിന്റെ ആരോഗ്യം നന്നായിട്ട് വെക്കുന്നതിനും ഹോർമോൺസ് ബാലൻസ് ആക്കുന്നതിന് വേണ്ടിയിട്ടും ആപ്രിക്കോട്ട് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. ഇത് 2 എണ്ണം നമ്മൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഉപയോഗിക്കുന്ന സമയത്ത് ഹസ്ബൻഡിന് കൂടി കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ സ്പോമിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കും കേട്ടോ. അടുത്തതായിട്ട് എടുത്തത് കിവിയാണ് കേട്ടോ. സാധാരണ ഫ്രഷ് ആയിട്ടുള്ള കിവി ഫ്രൂട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഡ്രൈഡ് ആയിട്ടുള്ള കിവി, അതായത് ഉണങ്ങിയിട്ടുള്ള കിവി നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അതാണെങ്കിലും യൂസ് ചെയ്താൽ മതി കേട്ടോ. കിവി ആണെങ്കിലും കുറച്ച് എക്സ്പെൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണ്, റേറ്റ് കുറച്ച് കൂടുതലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു. 4 എണ്ണത്തിന് ഇവിടെ 130 രൂപയ്ക്കായിരുന്നു കേട്ടോ ഞാൻ മേടിച്ചത്. അപ്പോൾ ഈ കിവി വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ഈ കുട്ടി ഫോളോ ചെയ്ത ടിപ്പ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, അല്ലെങ്കിൽ ഒരുപാട് നല്ലതാണല്ലോ ഈ ടിപ്പെന്ന് ആലോചിച്ചൊരു ടിപ്പാണ് കേട്ടോ. അതായത് പരസ്പരം കൈക്ക് മുകളിൽ കൈ വെച്ചുകൊണ്ടിരുന്ന് ഭാര്യയും ഭർത്താവും ലെഗ് അപ്പ് ദ ബോൾ എക്സസൈസ് ചെയ്തു എന്നാണ് കേട്ടോ പറഞ്ഞത്. 2 പേരും ഒരുമിച്ച് ചെയ്യുമ്പോൾ, അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഭാര്യയും ഭർത്താവും ഒരേ മനസ്സോടുകൂടി ചെയ്യുമ്പോൾ അത് നമുക്ക് തരുന്ന പ്ലഷർ എത്രത്തോളമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഇതുപോലെ ഒരുമിച്ച് ബെഡിൽ കിടന്നിട്ട് കാലുകൾ ഉയർത്തി കൈക്ക് മുകളിൽ കൈ വെച്ച്, അതായത് ഒരാൾക്ക് ഒരാളുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം കൊടുത്തുകൊണ്ടാണ് ആ ഒരു എക്സസൈസ് അവർ ഫോളോ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് റിസൾട്ട് കിട്ടാതിരിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സസൈസും ചെയ്തു എന്ന് പറഞ്ഞിട്ടോ. ലെഗ് അപ്പ് ദ ബോൾ എക്സസൈസിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, കാരണം ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ലെഗ് അപ്പ് ദ ബോൾ എക്സസൈസിനെ പറ്റി അറിയാം. നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ട് എല്ലാത്തിലോട്ടും തന്നെ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് കിട്ടാനായിട്ട് സഹായിക്കുന്നതും ഏറ്റവും ഈസിലി ഒരു എഫേർട്ടും കൂടുതലായിട്ട് ഇടണ്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ലെഗ് അപ്പ് ദ ബോൾ എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ കിടക്കുന്ന ആ ഒരു ബെഡിൽ തന്നെ കാലുകൾ നേരെ ഉയർത്തി മതിലിലോട്ട് വെച്ചിട്ട് നമുക്ക് ലെഗ് അപ്പ് ദ ബോൾ എക്സസൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് ഉള്ള സമയത്ത് ലെഗ് അപ്പ് ദ ബോൾ നിങ്ങൾ ചെയ്യണം ില്ല. എന്നാൽ അതിനുശേഷം പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം വരെ നിങ്ങൾക്ക് ലെഗ് അപ്പ് ദ ബോൾ എക്സസൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദിവസം ഒരു 10-15 മിനിറ്റ് വീതം നിങ്ങൾ ലെഗ് അപ്പ് ദ ബോൾ എക്സസൈസ് ചെയ്യുക. അതിനുശേഷം ആ എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാല് മരവിപ്പ് ഉണ്ടാകും. ഒരു 10 മിനിറ്റ് ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് പിന്നെയും 10 മിനിറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഒറ്റയടിക്ക് ഒരുപാട് മണിക്കൂറുകളൊന്നും നിങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് അരമണിക്കൂറൊന്നും നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത്ര നിലവരെ കാല് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാല് മരവിപ്പൊക്കെ അനുഭവപ്പെടും. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇത് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യണം, സ്ലോലി നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം കേട്ടോ. അത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. 4ാമത്തെ ടിപ്പായിട്ട് ഫോളോ ചെയ്തെന്ന് പറഞ്ഞത് ഏറ്റവും നല്ല ഹൈലൈറ്റ്, ചേച്ചി എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നു, എനിക്ക് പോസിറ്റീവ് ആകുമെന്ന് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും ഞാൻ ഈ അമ്മയായെങ്കിൽ എല്ലാവർക്കും പറ്റും ചേച്ചി ഇത് വീഡിയോ ഒക്കെ ചെയ്യണം. കാരണം നമ്മളിപ്പോൾ സക്സസ് സ്റ്റോറീസ് ഇടുന്നത് ഒരാൾക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മളിപ്പോൾ മെഡിസിൻസ് എടുക്കാതെ തന്നെ പ്രഗ്നൻ്റ് ആകുന്നവരുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ഓവുലേഷൻ കൃത്യമായിട്ട് നമുക്ക് സംഭവിക്കണം, നമ്മുടെ ശരീരം കൃത്യമായിട്ടുള്ള സ്ട്രക്ചറിലായിരിക്കണം, അതായത് ഒരുപാട് വെയിറ്റ് കൂടുതൽ ഒരുപാട് വെയിറ്റ് കുറവോ പാടില്ല, അത് നമ്മൾ കൺട്രോൾ ചെയ്യണം, എൻഡോമെട്രിയൽ ലൈനിങ് നന്നായിട്ടുണ്ടാകണം, ഇജാക്കുലേഷൻ അകത്ത് തന്നെ കൃത്യമായിട്ട് നടക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് സ്മൂത്തായിട്ട് മനസ്സിൽ കൊണ്ടുപോയി നന്നായിട്ടൊന്ന് റെഗുലേറ്റ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ സക്സസ് സ്റ്റോറീസൊക്കെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഇത് നമ്മളിപ്പോൾ ഡോക്ടറുടെ ഒരു ട്രീറ്റ്മെൻറ്റ്സിനോടൊപ്പം നമ്മളിപ്പോൾ മൾട്ടിവിറ്റമിൻ എടുക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ലെട്രസോൾ എടുക്കുന്നവരാണെങ്കിൽ അതിനോടൊപ്പം ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഷുവറായിട്ട് നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്സൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് ചേച്ചി എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നു, എനിക്ക് പോസിറ്റീവ് ആകുമെന്ന് എന്നെക്കൊണ്ട് തന്നെ പറയിപ്പിച്ചു. കാരണം നമ്മൾ ആ കൊടുക്കുന്നത് ഒരു മോട്ടിവേഷനാണ്. കഴിഞ്ഞൊരു നമ്മുടെ 2025 തുടങ്ങിയപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ തന്നെ നമ്മളെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അതായത് ഞാൻ ഈ 2025 തീരുന്നതിന് മുൻപ് പ്രഗ്നൻ്റ് ആകും എന്ന് നമ്മൾ ഉറച്ച്, പ്രഗ്നൻ്റ് ആകണേ എന്നല്ല, പ്രഗ്നൻ്റ് ആകും എന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിനെ നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പം നമ്മൾ പിറ്റേ ദിവസം മുതൽ അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ് മുതൽ നമ്മൾ ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങളാണോ ആ ഓരോ കാര്യവും നമ്മൾ 2025 തീരുന്നതിന് മുൻപ് പ്രഗ്നൻ്റ് ആകാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കണം. അതായത് ഹെൽത്തി ഫുഡ് എടുക്കണം, ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം, വെയിറ്റ് ഒക്കെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യണം, ഫെർട്ടിലിറ്റി എക്സസൈസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യണം, ഫിസിക്കൽ കോൺടാക്റ്റ് കൃത്യമായിട്ട് ചെയ്യണം, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യണം, നല്ലൊരു ലൈഫ് സ്റ്റൈലിലൂടെ മുമ്പോട്ട് പോകണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളൊന്ന് ഏകീകൃതമായിട്ട് ചെയ്ത് പോയിട്ട് ഒപ്പം ഡോക്ടർ തരുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെയാണ് പ്രഗ്നൻസി നോക്കുന്നതെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തന്നെ നല്ല സ്മൂത്തായിട്ട് നിങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ വെള്ളം കുടിച്ചിട്ട് എന്തിനാ, ഈ ഫുഡ് കഴിച്ചിട്ട് എന്തിനാ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിസൾട്ട് കിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്യാതെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡിൽ കൂടി നമ്മൾ ഇറങ്ങി എല്ലാം പോസിറ്റീവായിട്ട് കണ്ട് നിങ്ങൾ മുൻപോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.